കേന്ദ്ര സർക്കാരിന്റെ വിവാദപരമായ ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കങ്ങൾക്കെതിരെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനുമായി തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഔദ്യോഗിക പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭയിലെ നിലവിലുള്ള ആകെ സീറ്റുകളുടെ എണ്ണം 543 ശാശ്വതമായി നിലനിർത്തുക, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സീറ്റ് വിഭജന അനുപാതവും ജനസംഖ്യയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിലവിലെ 2.2:1 എന്ന അനുപാതവും മാറ്റമില്ലാതെ സംരക്ഷിക്കുക, കൂടാതെ 2029 പൊതു തിരഞ്ഞെടുപ്പ് മുതൽ നിലവിലെ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കായി 33% സംവരണം പ്രാബല്യത്തിൽ വരുത്തുക എന്നീ 4 പ്രധാന ആവശ്യങ്ങളാണ് തമിഴ്നാട് സർക്കാർ പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കുടുംബാസൂത്രണവും ജനസംഖ്യാ നിയന്ത്രണവും വിജയകരമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നും അത് കേന്ദ്ര നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്നും വിജയ് വ്യക്തമാക്കി. വനിതാ സംവരണം എന്നത് സർക്കാരിന്റെയോ രാഷ്ട്രീയക്കാരുടെയോ ഔദാര്യമല്ലെന്നും അത് സ്ത്രീകളുടെ ജനാധിപത്യപരമായ അവകാശവും സാമൂഹിക നീതിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം തമിഴ്നാട്ടിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സംവരണം നടപ്പിലാക്കാൻ ഇനി വൈകരുതെന്നും ആവശ്യപ്പെട്ടു. 1971 സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള നിലവിലെ രീതി മാറി പുതിയ സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാൽ ജനസംഖ്യാ വർധനവ് കൂടുതലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ കുത്തനെ ഉയരുകയും തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനവും ഭരണഘടനാപരമായ അവകാശങ്ങളും സാമ്പത്തിക സാമൂഹിക ശബ്ദവും നഷ്ടപ്പെടുകയും ചെയ്യും. ഈ പ്രമേയത്തെ പിന്തുണച്ച DMK വക്താവ് TKS ഇളങ്കോവൻ ഇത് തങ്ങളുടെ പരമ്പരാഗത നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും മുൻകാലങ്ങളിലെ ഇത്തരം പോരാട്ടങ്ങളാണ് തമിഴ്നാടിന്റെ 39 സീറ്റുകൾ നിലനിർത്തിയതെന്നും അഭിപ്രായപ്പെട്ടു. സഭയ്ക്ക് മുൻപ് വിളിച്ച സർവകക്ഷി യോഗം പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചെങ്കിലും സഭയിൽ സംസ്ഥാന താൽപര്യം മുൻനിർത്തി പ്രമേയത്തിന് ഭൂരിഭാഗം കക്ഷികളുടെയും പിന്തുണ ലഭിച്ചു. പാർലമെന്റിലെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് പ്രശ്നം പരിഹരിക്കണമെന്ന കേന്ദ്ര ധാരണ ദക്ഷിണേന്ത്യക്ക് താൽപര്യമില്ലെന്ന ശക്തമായ സന്ദേശം നൽകുന്ന ഈ നീക്കം മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാന സഭകളിലും സമാന പ്രമേയങ്ങൾക്ക് വഴിതെളിച്ചേക്കാം.